നമസ്കാരം. മാസാദ്യം, അതും ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്ന മാസാദ്യം. അതിനാൽ മകരം 1 എവിടെയും വലിയ ആഘോഷമായി തന്നെ കരുതുന്നതാകുന്നു. ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധിക്കുന്ന പുതിയ അവസരം കൂടിയാണ് ഈ ദിവസം. ഏത് ശുഭകാര്യത്തിനും അതേപോലെ ശുഭ ആരംഭത്തിനും ഏറ്റവും ശുഭകരമായിരിക്കുന്ന ദിവസം. ചില നക്ഷത്രക്കാരുടെ നിന്നും കൈനീട്ടം ഈ ദിവസം വാങ്ങുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. അതേപോലെ ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം ലഭിക്കുന്നതിലൂടെ ദോഷഫലങ്ങൾ വന്ന് ചേരുന്നതുമാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, പുതിയ അവസരം, ഉയർച്ച എന്നീ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭരണി നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. സർവ്വ ഐശ്വര്യം തന്നെയാണ് ഫലമായി വന്നു ചേരുക. സമ്പൽ സമൃദ്ധി, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുക, കലഹങ്ങൾ ഒഴിവാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഏറ്റവും ഉത്തമമാണ് ഭരണി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം നാം സ്വീകരിക്കുന്നത്. ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങരുത് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഇനി പറയുന്ന നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ ഉത്തമമാണ് എങ്കിലും ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് അതീവ ദോഷകരമാകുന്നു. അവരെക്കുറിച്ച് പിന്നീട് പറയുന്നതാകുന്നു. അതായത് ശുഭകരമായ നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവരെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങിയാൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും. കൂടാതെ തടസ്സങ്ങൾ ഒഴിയുകയും ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോയി സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഏറ്റവും ഉത്തമമാണ് കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത്. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാൻ ശ്രമിക്കുക. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങിയാൽ സാമ്പത്തികപരമായ ഉയർച്ച, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അകന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. അതേപോലെ തന്നെ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കാം. കർമ്മരംഗത്ത് ഉയർച്ച നേടാം. അതേപോലെ തന്നെ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും. ഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും അതേപോലെ തന്നെ ആദ്യമായി കച്ചവടം ഇവർക്കായി ചെയ്യുന്നതും, അതായത് ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരാണ് എങ്കിൽ ആ വീടുകളിൽ ഭാഗ്യം വന്നു ചേരും. തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങൾ അകലും. കർമ്മരംഗത്ത് ഉയർച്ച, ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പെട്ടെന്ന് തന്നെ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉത്തമം തന്നെയാകുന്നു. ഇനി ആയില്യം നക്ഷത്രക്കാരും ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. നല്ല മനസ്സോടെ നൽകിയാൽ മാത്രമേ ഈ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരൂ എന്നാണ് പറയുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. ആദ്യമായി തന്നെ ഇവർക്ക് കച്ചവടം നൽകുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അതേപോലെ തന്നെ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ആദ്യ കൈനീട്ടം ഏറ്റവും ഉത്തമമാകുന്നു. ഉത്തരം നക്ഷത്രക്കാരും ഉത്തമം തന്നെയാണ് ഈ കാര്യത്തിൽ. സൗഭാഗ്യം ഇവരെ തേടിയെത്തും എന്നതാണ് വാസ്തവം. വിജയങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് എങ്കിൽ തിരിച്ചു കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമാണ് ഉത്തരം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് പോലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരും. അതേപോലെ നല്ല മനസ്സോടെ മാത്രം ഇവർ നൽകിയാലാണ് ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതേപോലെ വിശാഖം നക്ഷത്രക്കാർ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ തടസ്സങ്ങൾ അകന്നു പോവുകയും അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. ഗുണഫലങ്ങൾ ഇരട്ടിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. അത്തം നക്ഷത്രക്കാരാണ് എങ്കിൽ നാൾക്ക് നാൾ ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു. ഭാഗ്യം കടാക്ഷിക്കും.
കൂടാതെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുകയും സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരുന്നതുമാകുന്നു. അതേപോലെ തന്നെ അനിഴ നക്ഷത്രക്കാരാണ് എങ്കിൽ തീർച്ചയായും തടസ്സങ്ങൾ ഒഴിയുകയും ആഗ്രഹ സാഫല്യം വന്ന് ചേരുന്നതുമാണ്. ആഹാരത്തിന് ഒരിക്കലും മുട്ടുവരില്ല എന്ന കാര്യവും ഓർക്കുക. ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും ആ വീടുകളിലേക്ക് വന്നു ചേരും. കൂടാതെ പൂയം നക്ഷത്രക്കാരാണ് എങ്കിൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. സന്താനങ്ങൾക്ക് ഉയർച്ചയും ഭാഗ്യം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. സാമ്പത്തികപരമായ ഉയർച്ച അവരെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ശത്രുക്കളുടെ ശല്യം അവസാനിക്കുകയും ശത്രുക്കൾക്ക് മേൽ വിജയം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാകുന്നു. ഉയർച്ച നേടുവാനും ജീവിതം രക്ഷപ്പെടുവാനും ഭാഗ്യം വർദ്ധിക്കുവാനും സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കും സഹായകരമാകുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. മനസമാധാനം വന്ന് ചേരുന്നതുമാകുന്നു. ഇവരിൽ നിന്നും നല്ല മനസ്സോടെ കൈനീട്ടം ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റു നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങുന്നതിൽ തെറ്റില്ല. എന്നാൽ ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷഫലങ്ങളാണ് കൊണ്ടുവരിക. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യം ഈ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. രണ്ടാമതായോ മൂന്നാമതായോ കൈനീട്ടം വാങ്ങാവുന്നതാണ്. ഇവർ വേദ നക്ഷത്രങ്ങളാകുന്നു. അതിനാലാണ് അഷ്ടമരാശിക്കാരായി വരുന്നതിനാൽ ഇപ്രകാരം പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർ ഒരിക്കലും കാർത്തിക, പുണർദം, വിശാഖം, തൃക്കേട്ട, മകീരം, അനിഴ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. ഭരണി നക്ഷത്രമാണ് എങ്കിൽ രോഹിണി, തിരുവാതിര, വിശാഖം, പൂയം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങാൻ പാടുള്ളതല്ല. കാർത്തികയാണ് എങ്കിൽ മകീരം, പുണർദം, ആയില്യം, വിശാഖം, മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. രോഹിണിയാണ് എങ്കിൽ തിരുവാതിര, മകം, ചോതി, മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. മകീരം, ചിത്തിര, അവിട്ടം, തിരുവോണം, ഉത്രാട നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. തിരുവാതിരയാണ് എങ്കിൽ പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. പുണർദമാണ് എങ്കിൽ ആയില്യം, പൂരം, അത്തം, ഉത്രാടം, ചതയം, അവിട്ടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങാൻ പാടുള്ളതല്ല. പൂയം നക്ഷത്രമാണ് എങ്കിൽ മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ആയില്യമാണ് എങ്കിൽ പൂരം, അത്തം, പൂരുരുട്ടാതി, ചോതി, വിശാഖം നക്ഷത്രക്കാരാകുന്നു. മകമാണ് എങ്കിൽ ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രട്ടാതി, രോഹിണി നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. പൂരമാണ് എങ്കിൽ അത്തം, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ഉത്ര നക്ഷത്രക്കാരാണ് എങ്കിൽ ചിത്ര, വിശാഖം, പൂരുരുട്ടാതി, അശ്വതി, തൃക്കേട്ട, തിരുവാതിര, ഭരണി നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. അത്തമാണ് എങ്കിൽ അശ്വതി, ചോതി, അനിഴം, മൂലം, ഭരണി, പുണർദ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ചിത്തിരയാണ് എങ്കിൽ വിശാഖം, തൃക്കേട്ട, പൂരാടം, കാർത്തിക, പൂയം, മകീരം, അവിട്ടം നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ചോതിയാണ് എങ്കിൽ അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, മകീരം, രോഹിണി, ആയില്യം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. വിശാഖമാണ് എങ്കിൽ കാർത്തിക, രോഹിണി, മകീരം, മകം, തൃക്കേട്ട, പൂരാടം, തിരുവോണ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. അനിഴമാണ് എങ്കിൽ മൂലം, ഉത്രാടം, അവിട്ടം, തിരുവാതിര, മകീരം, പുണർദ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. തൃക്കേട്ടയാണ് എങ്കിൽ പൂരാടം, തിരുവോണം, ചതയം, മകീരം, തിരുവാതിര, പുണർദ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. മൂലമാണ് എങ്കിൽ ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി, ആയില്യം, പുണർദം, പൂയം നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ഉത്രാടമാണ് എങ്കിൽ അവിട്ടം, പൂരുരുട്ടാതി, രേവതി, ചോതി നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. തിരുവോണമാണ് എങ്കിൽ തിരുവാതിര, ചതയം, ഉത്രട്ടാതി, അശ്വതി, പുണർദം, മകം, പൂരം, ഉത്ര നക്ഷത്രക്കാരിൽ നിന്നാണ് സ്വീകരിക്കാതിരിക്കേണ്ടത്. പൂരാടമാണ് എങ്കിൽ തിരുവോണം, ചതയം, ഉത്രട്ടാതി, ആയില്യ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. അവിട്ടമാണ് എങ്കിൽ പൂരുരുട്ടാതി, രേവതി, അനിഴം, ഭരണി, ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ചതയമാണ് എങ്കിൽ അത്തം, ചിത്തിര, ഉത്രം, തൃക്കേട്ട, അശ്വതി, കാർത്തിക, ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. പൂരുരുട്ടാതിയാണ് എങ്കിൽ ഉത്രം, രേവതി, ഭരണി, രോഹിണി, അത്തം, മൂലം നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ഉത്രട്ടാതിയാണ് എങ്കിൽ അശ്വതി, കാർത്തിക, മകീരം, ചിത്തിര, ചോതി, പൂരാടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. രേവതിയാണ് എങ്കിൽ ഭരണി, രോഹിണി, ചിത്തിര, തിരുവാതിര, ചോതി, ഉത്രാടം നക്ഷത്രക്കാരിൽ നിന്നും ആദ്യമായി കൈനീട്ടം സ്വീകരിക്കരുത്. ആര് തന്നെ തന്നാലും നല്ല മനസ്സോടെ നൽകുകയാണ് എങ്കിൽ ഗുണഫലം നൽകും. എന്നാൽ ദുഷ്ചിന്തകളോടെ ആര് കൈനീട്ടം നൽകിയാലും ദോഷഫലം മാത്രമേ വന്നു ചേരൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.